ഫ്രണ്ട്സ്, ഇതാണ് ചീരകളുടെ രാജാവായ ചായ മൻസ. അപ്പം ഇത് തോരൻ വയ്ക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം, കിളുന്ന ഭാഗമാണ് നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം പൊട്ടിച്ചെടുത്ത ശേഷം അത് നന്നായി അതിൻ്റെ തണ്ടെല്ലാം നീക്കണം. തണ്ടൊന്നും വേണ്ട, അതിൻ്റെ ഇല മാത്രം മതി. ഇതിൻ്റെ ഇല മാത്രമേ നമ്മൾ പാകം ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം നന്നായി കഴുകിയെടുത്ത് നല്ലപോലെ ചീര അരിയുന്ന പോലെ നന്നായി അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇത് ചട്ടിയിലിട്ട്, കുറച്ച് പയറും കൂടി ഇട്ടാണ് ഞാനിത് തോരൻ വയ്ക്കുന്നത്. ചട്ടിയിലിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ വേവിക്കണം. സാധാരണ നമ്മൾ മറ്റേ ചീരയൊക്കെ തോരൻ വയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ചൊന്നും വേവിക്കാറില്ല. ഇത് പക്ഷേ വിഷാംശം ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിയാണ് ഇതെടുക്കുന്നത്. കണ്ടോ, വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ച് അതിൻ്റെ വിഷാംശം കളയണം. കളഞ്ഞിട്ട് വേണം. ഏറ്റവും ഗുണങ്ങളുള്ള, നല്ല ഗുണമേന്മയുള്ള ഒരു ചീരയാണിത് കേട്ടോ. ഇത് പപ്പായയുടെയും മരച്ചീനിയുടെ ഇലയോട് വളരെ സാദൃശ്യമുള്ള ഒരു ഇലയാണ്. അത് തന്നെയല്ല, ഇത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും പ്രമേഹ രോഗമുള്ളവർക്കും ഈ ചീര വളരെ ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി കണ്ട വെള്ളം മാറ്റി. അതിനുശേഷം നമ്മൾ സാധാ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളിയും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും അരച്ചെടുത്ത് കടുക് വറുത്തിട്ട് കുറച്ച് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് അതിലേക്കിട്ട് ഇളക്കണം. അതിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന ആ ചീര അതിലേക്കിടണം. എന്നിട്ട് നമ്മൾ പയറ് വിട്ട് നല്ലപോലെ ചിക്കി തോർത്തിയെടുക്കണം. നല്ല ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ തോരൻ റെഡിയായി.